ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് നിർമ്മൽ. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഫോണാണ് ഷവമിൻ്റെ റെഡ്മി നോട്ട് 3. റെഡ്മി നോട്ട് 3 രണ്ടാഴ്ച മുമ്പാണ് ഷവമി ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കിയത്. ഇത് രണ്ട് വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. 2 GB റാമും 16 GB ഇൻറ്റേർണൽ സ്റ്റോറേജുമായ ഒരു വേരിയൻ്റ് ഉണ്ട്. പിന്നെ 3 GB റാമും 32 GB ഇൻറ്റേർണൽ സ്റ്റോറേജുമായ വേറൊരു വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ 10,000-ഉം 12,000-ഉം ആണ് രണ്ട് വേരിയൻറ്റിനും. ഇത് അവൈലബിൾ റൈറ്റ് നൗ ആമസോണിൽ മാത്രമാണ്. ഫ്ലാഷ് സെയിലാണ് മോഡൽ. പിന്നെ ഷവമിൻ്റെ me.com എന്ന സൈറ്റിലും ഇത് അവൈലബിൾ ആണ്. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റെഡ്മി നോട്ട് 3 ആണ്. ഇതാണ് ഇതിൻ്റെ ബോക്സ് പാക്കിംഗ്. ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗണിൻ്റെ 650 പ്രോസസ്സറാണ്. 2 GB റാമും 3 GB റാമിലും വരുന്നുണ്ട്. പിന്നെ ഇതിൽ 16 മെഗാ പിക്സൽ ക്യാമറ ഉണ്ട്, 5 മെഗാ പിക്സൽ ഫ്രണ്ട് ഫേസിങ് ക്യാമറയുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 4000 mAh ആണ്. അത് ഓൾമോസ്റ്റ് 1.5 days നിൽക്കും എന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ ഇതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ 5.1.1 ആണ്. ഇതിൻ്റെ മുകളിൽ MIUI എന്ന് പറഞ്ഞ കസ്റ്റം റൂമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. MIUIൻ്റെ വേർഷനാണ് 7 വേർഷനാണ് ഇതിൽ അവൈലബിൾ. പിന്നെ ഇതിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ്, 5.5 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ ആണ്. ഇതാണ് ബോക്സ് പാക്കിംഗ്. നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് ഫോൺ കാണാം. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ഫോണാണ്. ഷവമീൻ്റെ രണ്ടാമത്തെ മെയ്ഡ് ഇൻ ഇന്ത്യ ഫോണാണ്. ഫസ്റ്റ് വൺ ഷവമീൻ്റെ റെഡ്മി 2 പ്രൈം ആയിരുന്നു. ഇത് അഗെയിൻ ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ ഫോണാണ്. ഇത് 3 കളറിലാണ് അവൈലബിൾ. ഗോൾഡ്, ഗ്രേ ആൻഡ് വൈറ്റ് വേരിയൻ്റ് ആണ്. 3 വേരിയൻ്റ് ആണ് അവൈലബിൾ. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഗോൾഡ് വേരിയൻ്റ് ആണ്. ഇതാണ് ഗോൾഡ് വേരിയൻ്റ്. ലുക്സ് വൈസ് ഇത് വൺ ഓഫ് ദ റിയലി ഗുഡ് ലുക്കിംഗ് ഡിവൈസ് എന്ന് പറയാം നമുക്ക്. ഇതിന് ഫിംഗർ പ്രിൻറ്റ് സ്കാനറുണ്ട്. എഡ്ജസ് എല്ലാം കേർവ് ചെയ്തിരിക്കുന്നു. അത് കാരണം ഇതിൽ നല്ലൊരു ഗ്രിപ്പും ഉണ്ട്. മെറ്റാലിക് ഫിനിഷിംഗ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് മെറ്റാലിക് ഫിനിഷാണ്, മെറ്റലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിവൈസ്. വളരെ ഭംഗിയുള്ളൊരു ഫോണായി നമുക്ക് പറയാവുന്നതാണ് ഈ ബഡ്ജറ്റിൽ. പിന്നെ ഇതിൻ്റെ അകത്ത് പിന്നീട് വരുന്നത് ഇതിനകത്ത് നമ്മുടെ മാനുവലാണ്, ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് മാനുവൽ എന്ന് പറയുന്നത്. പിന്നെ വാറണ്ടി ഇൻഫർമേഷനും കുറച്ച് കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ബോക്സിനകത്ത് വരുന്നത് ചാർജറാണ്. ഇത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുമെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് 2 ആംപിയർ ചാർജർ ആയിരിക്കാനാണ് വഴി. അതെ, 2 ആംപിയർ ചാർജറാണ് ഇൻക്ലൂഡഡ്. പിന്നെ ഇതിനകത്തുള്ളത് USB കേബിൾ. ഷവമി അവർ ഫോൺസിലൊന്നും ഇയർഫോൺസ് ഇൻക്ലൂഡ് ചെയ്യാറില്ല. ഇയർഫോൺസ് സെപ്പറേറ്റ് ആക്സസറി ആയി പർച്ചേസ് ചെയ്യേണ്ടതാണ്. ഇതിലും ഇയർഫോൺസ് ഇല്ല, ഇതിലും ചാർജർ ഹെഡ് മാത്രമേ ഉള്ളൂ. അതാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്കിനി ഫോൺ ബൂട്ട് ചെയ്തിട്ട് ഫോണിൻ്റെ ഇൻ്റർഫേസും അതിൻ്റെ ക്യാമറയും ഒന്ന് നോക്കാം. നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് MIUI ഇൻ്റർഫേസ്. ഇതിൻ്റെ കസ്റ്റം ഇൻ്റർഫേസ് എന്ന് വേണ്ടി പറയാം. ഇത് ക്യുക്ക് ടോഗിൾസ് എല്ലാം കസ്റ്റമൈസ്ഡ് ഇൻ്റർഫേസ് ആണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ തീംസ് ഉണ്ട്, ഡൗൺലോഡ് ചെയ്യാം. അത് വഴി നമുക്ക് ഫോണിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. തീംസിൽ നമുക്ക് വാൾപേപ്പേഴ്സ് ഉണ്ട്, ഐക്കൺസ് ഉണ്ട്, ബൂട്ട് സ്ക്രീൻ, കുറേ കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇതിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. പിന്നെ ഇതിൽ മൈക്രോ SD കാർഡ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് മൈക്രോ SD കാർഡാണ്. അതായത് 2 സിം കാർഡും ഒരു മൈക്രോ SD കാർഡും കൂടെ കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് അറ്റ് എ ടൈം നമുക്ക് ഒന്നില്ലെങ്കിൽ 2 സിം കാർഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു മൈക്രോ SD കാർഡും ഉപയോഗിക്കാം. അപ്പോൾ 2 വേരിയൻ്റ് ഉണ്ട്. ഫസ്റ്റ് വേരിയൻറ്റിൽ 16 GB ആണ് ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്നത്. രണ്ടാമത്തേൽ 32 GB ആണ് വരുന്നത്. അതാണ് നമ്മുടെ ഇൻബോക്സിങ്. നമ്മൾ ഈ ക്യാമറയും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. ഇതിന് 16 മെഗാ പിക്സൽ ക്യാമറയാണ്. ടാപ്പ് ടു ഓട്ടോ ഫോക്കസ് ഉണ്ട്. പിന്നെ ഇതിന് HDR, പിന്നെ കുറേ ഓപ്ഷൻസും ഉണ്ട്. ഫ്രണ്ട് ഫേസിങ് ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു 5 മെഗാ പിക്സൽ ക്യാമറയാണ്. ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഉള്ളൊരു ക്യാമറയാണ്. ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് കുറേ അഡീഷണൽ ഓപ്ഷൻസ് കാണാം. ഇതിൽ പനോറമ, ടൈമർ, മാനുവൽ മോഡ് ഉണ്ട്, ബ്യൂട്ടിഫൈ, സീൻ മോഡ്സ്, ടിൽ ഷിഫ്റ്റ്സ്, അങ്ങനെ കുറേ മോഡ്സ് ഇതിന് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇൻ്റർഫേസ് ആണെങ്കിൽ നല്ല ഫീച്ചർ റിച്ച് ഇൻ്റർഫേസ് ആണ്. ക്വിക്കായിട്ട് സ്നാപ്പ് ചെയ്യാം ഫോട്ടോസ്. വളരെ ഫാസ്റ്റായ ഇൻ്റർഫേസ് ആണ്. ഫോട്ടോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു സാമ്പിൾ ഫോട്ടോ എടുത്തത് നിങ്ങൾക്ക് കാണാം. വളരെ നന്നായി വന്നിട്ടുണ്ട് ഫോട്ടോസ്. 16 മെഗാ പിക്സൽ ക്യാമറ ഇതിൽ ഈ കാറ്റഗറിയിലെ ഒരു നല്ല ക്യാമറ ആയിട്ട് വേണമെങ്കിൽ പറയാം. പിന്നെ ഓവറോൾ നമ്മൾ ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ 16 GB വേർഷനാണ് ഇപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്തത്. ഇതിലെ സ്റ്റോറേജ് നമുക്കൊന്ന് നോക്കാം. ഇതിൽ വരുന്നത് 9.29 GB ആണ് അവൈലബിൾ. ടോട്ടൽ സ്പേസ് അവൈലബിൾ എന്ന് പറഞ്ഞാൽ 11.01. അതിൽ പിന്നെ കുറച്ച് ആപ്സ് എല്ലാം ഡീഫോൾട്ട് ആപ്സ് കുറച്ച് സ്പേസ് എടുക്കുന്നു. അതിൻ്റെ അപ്പുറം 9.29 GB ആണ് അവൈലബിൾ.
സോ ഇതായിരുന്നു നമ്മൾ അൺബോക്സിങ് ഷവമി റെഡ്മി നോട്ട് 3ൻ്റെ. ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ ചാനലിൽ നമ്മൾ കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.